കല്യാണത്തിനാണോന്ന് പറഞ്ഞാൽ 2 കവറായിട്ട് പോയാൽ മതിയായിരുന്നു. 2 കവർ എന്തിനാ? ഒരു കവർ പോരെ. ഒരു കവർ അവിടെ കൊടുക്കാനും ഒരു കവർ അവിടെ ബാക്കി വരുന്ന ഫുഡ് കൊണ്ടുവരാനും. ബേബി ആര് ചേച്ചി കൂടെ എങ്ങോട്ടാ? ഒരു കല്യാണത്തിന് പോവാന്നേ. വിളിച്ചു പോകുന്നതൊക്കെ കൊള്ളാം. കട്ടറിലൊന്നും വീഴ്ത്താതെ മേഡത്തിനെ സൂക്ഷിച്ചു കൊണ്ടുപോകണം. ഗട്ടറിൽ വീഴാതെ നമ്മുടെ ഈ രാജ്യത്തോട് വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഇപ്പൊ റോഡിലല്ല ഗട്ടർ, ഗട്ടറിലാണ് റോഡ്. സാർ എന്ത് പറയുമ്പോഴും തമാശയാണ്. ഇത് ഏതാ മാസം എന്നറിയോ? 3-ാം മാസം. അതെ, 3 മാസം എനിക്ക് ശമ്പളം തന്നിട്ട്. ശമ്പളമൊക്കെ ഞാൻ പ്രസവം കഴിഞ്ഞിട്ട് തരും. കല്യാണം കഴിഞ്ഞ് വരുമ്പോ ഞാനിവിടെ കാണൂല, എനിക്ക് എന്റെ ശമ്പളം തന്നോളാം. അല്ല എന്നെ കുറെ തല്ലിയിട്ടുള്ള ആളാണ്. എന്റെ ഭഗവാനെ, എന്റെ ചേട്ടനെ തല്ലിയ ആള് ഇയാളാരെ അവിടെ പിടിച്ച് കയറ്റിയിരുത്തേ? അതല്ല, എന്നെ LP സ്കൂളിൽ പഠിപ്പിച്ച മാഷത്. അങ്കണത്തെ മാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴേ അമ്മ തന്നെ എത്രത്തിൽ നിന്നു തീർന്നു ചൂടു കണ്ണീർ. അത് മര്യാദക്ക് പാടാത്തനി എന്തൊരു തല്ലല്ലേ തല്ലിയ. എന്തിനാ മാഷെ കറക്റ്റ് ആയിട്ടല്ലേ പാടുന്നത്? മാഷ് എന്താ അവിടെ ഇരിക്കണത്? മാഷിന് അവിടെ ഇരുത്താൻ പാടുണ്ടോ? നിങ്ങൾ അവിടെ ഇരിക്കേണ്ട ആളല്ല. നിങ്ങൾ ഞങ്ങൾ നടത്തുന്ന പരിപാടിയായത്. ഞങ്ങൾ നടത്തുന്ന പരിപാടിയിൽ നല്ലൊരു സ്ഥലത്തിരുത്തണ്ടേ? ഈ ഷാജോണ്ടൊന്നും എഴുന്നേറ്റ് മാറി കൊടുക്കാൻ പറ്റില്ല. മാഷിനെ അവിടെ പിടിച്ചിരുത്താൻ പോലെ. അല്ല, പുള്ളി ഗസ്റ്റ് ഓഡിയൻസിന്റെ നമുക്ക് ഇരുത്താൻ പറ്റില്ല. ഗസ്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ പറ്റില്ല. എന്റെ മാഷിനെ അങ്ങനെ ഇരുത്താൻ പറ്റില്ല. പക്ഷെ ആരാന്നറിയാമോ? എത്രയോ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചറിയാമോ? മാതൃക അധ്യാപകനുള്ള അവാർഡ് കിട്ടാച്ചിട്ട് പഠന തലയിൽ ഒരു ചാള പുള്ളി.